പാംപ്ലാനിക്കെതിരായ CPIM നേതാക്കളുടെ വിമർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. ഛത്തീസ്ഗഡ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭകൾ കോൺഗ്രസുമായി അടുക്കുന്നുവെന്ന കണക്കുകൂട്ടൽ CPIMനുണ്ട്. സായ്കുമാർ നൽകും വിശദാംശങ്ങൾ. സായ്കുമാർ, BJPയുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി ക്രൈസ്തവ സഭകളെല്ലാം കോൺഗ്രസുമായി അടുക്കുന്നുവെന്ന കണക്കുകൂട്ടൽ അത് CPIMനുണ്ടാവുകയാണല്ലേ? തീർച്ചയായും റോഷ്നി, അങ്ങനെയും ചില വായനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാംപ്ലാനി ഉന്നമിട്ട് CPIM നേതാക്കൾ നടത്തുന്ന വിമർശനത്തിന് അങ്ങനെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള ചില വിലയിരുത്തലുകൾ കൂടിയാണ് വരുന്നത്. അതായത് ലക്ഷ്യം പാംപ്ലാനി മാത്രമല്ല, ഈ ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ BJPയുമായി സഭകൾ പൂർണ്ണമായി ഇടയുകയും ആ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതിൻ്റെ ഒരു എഡ്ജ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കും എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ CPIMനുണ്ട്. മൂന്നാം തുടർഭരണമൊക്കെ ലക്ഷ്യമിടുമ്പോൾ ക്രൈസ്തവ വോട്ട് മുൻകാലങ്ങളിൽ എഡ്ജായി കോൺഗ്രസിന് കിട്ടിയതുപോലെ ഇത്തവണ അത് വീണ്ടും കോൺഗ്രസിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ CPIMനുണ്ട്. ഇപ്പോൾ പല സഭകളും ഇതിനോടകം തന്നെ ഒരു അണിയറ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. താമരശ്ശേരി രൂപതകളൊക്കെ കോൺഗ്രസ് നേതാക്കളുമായിട്ടടക്കം ചർച്ചകൾ നടത്തി. വനം വന്യജീവി വിഷയത്തിലടക്കം സർക്കാരിനെ അതിരൂക്ഷമായി ഈ സഭകൾ വിമർശിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് നേതാക്കൾക്ക് പോലും മലയോര മേഖലയിൽ പോയി അവരുടെ രാഷ്ട്രീയം പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതും ഒരു കാരണമായിരുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയവും വന്നത്. അതിൽ കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ ഒരുപോലെ നല്ല രീതിയിൽ ഇടപെട്ടതുമാണ്. പക്ഷെ അതിൽ കുറെ കൂടി ഒരു എഡ്ജ് ഈ വിഷയത്തിൽ ഒരു പക്ഷേ കോൺഗ്രസിന് കിട്ടും എന്നുള്ളൊരു കണക്ക് കൂട്ടൽ CPIMനുണ്ട്. അതുകൊണ്ടാണ് പാംപ്ലാനിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു വിമർശനം ഇപ്പോൾ CPIM കടുപ്പിക്കുന്നത് എന്നുള്ളൊരു കാരണം കൂടിയുണ്ട്. അതോടൊപ്പം പാംപ്ലാനി വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, അതായത് ആദ്യം BJP അനുകൂലിച്ച് പറയുകയും എതിർത്ത് പറയുകയും പിന്നീട് വളരെ വേഗത്തിൽ തന്നെ എതിർത്ത് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു വിമർശനം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ CPIMന് ഇതിലുള്ള ഒരു ലക്ഷ്യം ഇത് കോൺഗ്രസുമായി അടുക്കുകയാണെങ്കിൽ സഭയ്ക്കകത്തൊരു ഭിന്ന നിലപാടുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതാണിപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നത്. നേരത്തെ തന്നെ പാംപ്ലാനി ഇത്തരം ഒരു നിലപാടെടുത്തപ്പോൾ തന്നെ DYFIയുടെ നേതാക്കളടക്കം വിമർശനം പരസ്യമായി പറഞ്ഞതാണ്. അന്ന് അവരെ തിരുത്താനൊന്നും പാർട്ടി പോയതുമില്ല. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ വിമർശനം ആവർത്തിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് സഭാ അധ്യക്ഷന്മാർക്കെതിരെയുള്ള ഇത്തരം വിമർശനങ്ങൾ പാർട്ടി തുടരുന്നത് എന്ന് വേണം കരുതാൻ. അത് വെറുതെയുള്ളൊരു വിമർശനമല്ല, അതിന് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയ ലാഭം കോൺഗ്രസിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കരുതൽ കൂടി ഇപ്പോൾ CPIM നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. റോഷ്നി, അതാണ് വിലയിരുത്തലുകളാണ് സായ്കുമാർ പറഞ്ഞത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി തന്നെ പാംപ്ലാനിക്കെതിരെ അങ്ങനെ ഉന്നം വെച്ചതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്, ചില കണക്കുകൂട്ടലുകളുണ്ട് എന്നുള്ളത് കൂടി വിലയിരുത്തപ്പെടുകയാണ്. തൃശ്ശൂർ